ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ഞാനിതൊരു വികാരത്തിലങ്ങ് പറഞ്ഞു പോയതാ. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞങ്ങൾ വന്നത് ഋതുമോള് വിളിച്ചിട്ടാ. വാക്കുകള് ശക്തമായും വ്യക്തമായും കൃത്യമായിട്ട് ഉപയോഗിക്കണം. പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് തോന്നിയ വർമ്മ സാർ പിന്നെ ഒന്നും പറയില്ല. ദേ, ഇവിടെ ഒരു അച്ഛനോട് മകൾക്കുള്ള അവകാശവും അധികാരവുമാണ് ഋതു ഉപയോഗപ്പെടുത്തേണ്ടത്. ദേ, സക്സസ് ആവും. അപ്പോ സംസാരിക്കാം അല്ലേ? ഷുവർ. ഓൾ ദി ബെസ്റ്റ്. സ്വന്തം ഭാര്യയാണെങ്കിലും ജാടയിൽ നിൽക്കാൻ. എവളും എവളച്ഛനും എനിക്കൊരു വിലയും തന്നിട്ടില്ല. അമ്പലക്കാളെന്ന് എന്നെ വിളിച്ചോണ്ടിരുന്നത്. തമ്മന മുഖർജി അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഐ എം ജയചന്ദ്രൻ ഫ്രം കേരള. ഓക്കെ ഓക്കെ ഓക്കെ. യെസ് മാഡം. യെസ് 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 യെസ്. നാളെ സെൻട്രൽ കമ്മിറ്റി ഇതൊക്കെ പറഞ്ഞ എനിക്ക് വരാൻ പാടാണ്. യെസ് യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. 16 ഓക്കെ. ഐ വിൽ കം ഡെഫിനറ്റ്ലി. ഓ ഡെഫിനറ്റ്ലി. എങ്ങനെ ഒപ്പിച്ച് പറഞ്ഞു. താങ്ക് യു മാം. ഞാൻ മാമോ? ഞാൻ പ്രിയ ചേട്ടാ. പലരെ ഞാൻ ഡെയിലി കാണുന്നതല്ലേ. ഇത് നീയാണെന്ന കാര്യം നിന്റെ പേര് ഞാൻ മറന്നുപോയി. എന്റെ പേര് മറന്നുപോയെന്നോ? ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ചേട്ടാ, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു അർജന്റ് കോളാണ്. ഹലോ, ദീപിക പോപ്കോൺ. ജയചന്ദ്രൻ ഫ്രം കേരള. യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങേരി പെണ്ണുങ്ങളെ തന്നെയാണല്ലോ ഈ വിളിക്കുന്നത്. ഇത് അനുവദനീയമല്ല. ഇത് ശരിയല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഐ വിൽ കം ടുമാറോ. ജേട്ടാ, നിങ്ങൾ ഇത് ആരെയായി വിളിക്കുന്നേ? ഇത് പൊളിറ്റിക്സ് അല്ലേ ഡാർലിംഗ്? ഇത് കേരള പൊളിറ്റിക്സ് അല്ല, ഇന്ത്യൻ പൊളിറ്റിക്സ് ആണ്. എനിക്ക് പല കാര്യങ്ങളും ചേട്ടനോട് പറയാനുണ്ട്. നിനക്ക് ഞാൻ കോൾ ഷീറ്റ് തരാം. വെയിറ്റ് ചെയ്. ആ ബോറ ദീപക. അയ്യോ, എന്ത് ചെയ്യും ചേട്ടാ? അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ കണ്ടോ? ഹലോ ദീപക് സാർ. തോനന്റെ കാലുവാരിയല്ലടോ. സാർ എന്താ ഈ പറയുന്നത്? ഞാൻ ദീപക് സാറിന്റെ കാലുവാരുവോ? മനസ്സിൽ പോലെ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയല്ലേ സാറേ. പിന്നെ ഞാൻ വിളിച്ചിട്ട് വരാതെ താനെന്തിനാ അനന്തന് കൂടെ നിൽക്കുന്നേ? അതെന്റെ ബുദ്ധി. ദീപക് സാറിന് വേണ്ടി. എനിക്ക് വേണ്ടിയോ? അതെ, സാറിന് വേണ്ടി തന്നെ. ഞാൻ സാറിനെ സ്ഥാനാർത്ഥിയാക്കിയ സാർ എനിക്ക് എന്ത് തരും? അല്ല, താൻ നേരാണോ ഈ പറയുന്നേ? പിന്നെ വെറുതെ നുണ പറഞ്ഞ കാര്യം എനിക്കെന്താ? അങ്ങനെ താൻ എനിക്കൊരു സീറ്റ് വാങ്ങി തന്നാ താൻ പറയുന്ന എമൗണ്ട് ഞാൻ തനിക്ക് തരും. ഷുവർ. എന്നാ സാർ വെയിറ്റ് ചെയ്യ്. ഞാൻ സാറിന് വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ? അല്ല, എന്തൊക്കെയാ ചേട്ടനീ തള്ളുന്നേ? ആ ദീപകിനെ എങ്ങനെ സ്ഥാനാർത്ഥിയാക്കും? എടി ബുദ്ധൂസേ, മണ്ട ശിരോമണി, അതാണ് രാഷ്ട്രീയ തന്ത്രം. അതായത് ഞാൻ അനന്തന്റെ പിറകെ നടക്കുന്നത് ദീപക്കിന് വേണ്ടിയാണെന്ന് ദീപക്കിനോട് പറയുന്നു. വല്ല കാലക്കേടിന് അനന്ത ദീപക്കിനെ സ്ഥാനാർത്ഥിയാക്കുകയോ കുറഞ്ഞത് അനന്ത ദീപക്കിന് എന്തെങ്കിലും ഉപകാരം ചെയ്യുകയോ ചെയ്താൽ അത് ഞാൻ ചെയ്തതാണെന്ന് വരുത്തി തീർക്കും. കൈ നനയാതെ മീൻ പിടിക്കുക. ജയിച്ച ജയചന്ദ്രൻ അവരുടെ PA. എങ്ങനെ ഉണ്ടെന്റെ ബുദ്ധി? ഓ, ഭയങ്കര തല തന്നെ. എന്നാ ഈ തല ഒന്നുകൂടി തണുക്കാൻ ഈ ഒരു നാരങ്ങ വെള്ളത്തെ നിൽക്കില്ല. നീ പോയി ബാക്കി എടുത്തുണ്ടോ? രാഷ്ട്രീയ രംഗം തന്നെ ചൂട് പിടിക്കുകയാണല്ലോ പ്രതാപ.
ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം എന്തിനാ ചേച്ചി കുത്തിപ്പൊക്കുന്നേ? ഞാൻ അതൊക്കെ വിട്ടു. ഒരു ജന്മം മുഴുവൻ അതിനുവേണ്ടി തുലച്ചു. ഇനി ഒന്നിനും ഞാനില്ല. മുറിവേറ്റ് മടങ്ങിയതാ. ഇനിയൊരു തിരിച്ചുപോക്കില്ല. ഏട്ടനോട് സമാധാനമായിട്ടിരിക്കെ. ചേച്ചി അറിയാതെ പറഞ്ഞു പോയത്. പ്രതാപ, നിനക്ക് വിഷമാവണമെന്ന് കരുതി പറഞ്ഞതല്ല. അത് പൊൻകുന്നം സദാശിവൻ സാറും നിലവിലെ MLA-മാരും അല്ലേ? നമസ്കാരം. നമസ്കാരം. എന്താ എല്ലാരും കൂടി? ഞങ്ങൾക്കെന്താ വർമ്മ സാറിനെ കാണാൻ വരുന്നതിന് വിലക്ക് വല്ലതുണ്ടോ? ഇരിക്കണം. അങ്ങനെയൊന്നുമില്ല. പ്രത്യേക ശാസ്ത്രവുമില്ല, പ്രസ്ഥാനവും പിളർന്നു. ഒരു റാസ്കൽ കാശെറിഞ്ഞ് പ്രസ്ഥാനത്തെ പിളർത്തിയെന്ന് കരുതി പ്രത്യയശാസ്ത്രം അങ്ങ് നശിച്ചുപോയോ? പിന്നെ ഞാനും ഈ MLA-മാരും അനന്തമ്പിള്ളയുടെ കൂടെ പോയവരല്ല. സദാശിവൻ സാറേ, പൊളിറ്റിക്സ് ആണ് സബ്ജക്റ്റ് എങ്കിൽ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. എനിക്കതൊന്നും കേൾക്കാൻ യാതൊരു താല്പര്യവുമില്ല. പൊളിറ്റിക്സ് അല്ലാതെ നമുക്ക് എന്ത് സബ്ജക്റ്റാ സാറേ ഉള്ളത്? ചോരയും നീരും വറ്റിച്ച് മഹാദേവൻ സാറും നമ്മളെല്ലാരും കൂടി പടുത്തുയർത്തിയ പ്രസ്ഥാനമാ ഒരു സുപ്രഭാതത്തിൽ ആ ദ്രോഹി തല്ലി തകർത്ത് കളഞ്ഞത്. ഇതങ്ങനെ വിടാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞത്. ഓർക്കുമ്പോ മനസ്സിലൊരു നീറ്റില്ല. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ. ഞാനിതൊരു വികാരത്തിലങ്ങ് പറഞ്ഞു പോയതാ. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞങ്ങൾ വന്നത് ഋതുമോള് വിളിച്ചിട്ടാ. വർമ്മ സാറിന്റെ സാന്നിധ്യത്തില് എല്ലാവരോടുമായി ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഋതുമോള് പറഞ്ഞു. അതെന്താണെന്ന് ഋതുമോള് തന്നെ പറയും. മോള് പറഞ്ഞോ? അച്ഛാ, ഞാൻ കാണിക്കുന്നത് ധിക്കാരാണെന്ന് അച്ഛൻ തെറ്റിദ്ധരിക്കരുത്. എനിക്കൊരു കാര്യം എല്ലാവരുമായിട്ട് സംസാരിക്കണമായിരുന്നു. മോള് കാര്യം പറയല്ലേ വർമ്മ സാറേ. നമുക്ക് എല്ലാവർക്കും ഒന്ന് കേട്ടുകളയാം. എന്തായാലും ഒരു സാധാരണ പെൺകുട്ടി അല്ലല്ലോ ഓർത്തിക്കാൻ മോള്. വർമ്മ സാറിന്റെ മോളല്ലേ? ഇവളിത് എന്തിനുള്ള പുറപ്പാടാണ്? ഏട്ടൻ വഴക്കൊന്നും പറയില്ല മോളെ. മോക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ ധൈര്യമായിട്ട് പറഞ്ഞോ.